മണിപ്പൂരിൽ 2 യുവതികളെ നഗ്നരാക്കി നടത്തി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്ന വീഡിയോ ട്വിറ്ററിലൂടെ പുറത്തുവന്ന സാഹചര്യത്തിൽ അഭിഭാഷകയും കന്യാസ്ത്രീയുമായ അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസ്യ എസ്.ടി പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപത്തിലേക്ക്. മനസ്സിന് വലിയ ഭാരവും ദുഃഖവും തോന്നുന്നു. കാട്ടിൽ പോലും നിയമവും നീതിയും കാടിന് ചേർന്ന വിധത്തിൽ ഉണ്ട്. എന്റെ നാട്, എന്റെ രാജ്യം, ഭാരതസ്ത്രീയുടെ മാനം, എന്റെ മാനം, അന്തസ്സ്, സുരക്ഷിതത്വം എല്ലാം എവിടെ? റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി ആർട്ടിക്കിൾ 21. ഇന്ത്യയുടെ ആത്മാവ്, അതിന്റെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള ഓരോ പൗരന്റെയും അവകാശമാണ് എന്ന് പഠിച്ചത് ലജ്ജയോടെ ഓർക്കുന്നു. ഭാരതം നാഥനില്ലാ കളരിയാണോ? ഭാരതം ക്രൂരന്മാരായ മൃഗങ്ങൾ വസിക്കുന്ന ആമസോൺ കാടിനേക്കാൾ ഭീകരമാണോ? ആമസോൺ വനത്തിൽ പോലും 40 ദിവസങ്ങൾ ഒരു അപകടവും കൂടാതെ കഴിയാൻ 4 കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതെ, ആമസോൺ കാടുകളിലേക്കാൾ ഭീകരമാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ. തെരുവിൽ നഗ്നരാക്കപ്പെട്ട എന്റെ സഹോദരിമാരുടെ ദുരവസ്ഥയിൽ അപമാന ഭാരതത്തിൽ ആത്മന ഞാനും പങ്കുചേരുന്നു. മാപ്പ് സഹോദരിമാരെ, മാപ്പ്. അവരുടെ ശരീരഭാഗങ്ങളിൽ അമർന്ന കരങ്ങളെ ഏതോ ഒരമ്മ എന്നോ വിരൽത്തുമ്പ് പിടിച്ച് അവരെയും നടത്തിയിരുന്നല്ലോ. അവർക്ക് ജന്മം നൽകിയതും ഒരു സ്ത്രീയാണല്ലോ. അതെ, എന്റെ ഭാരതം ഭയാനകമായ അവസ്ഥയിലാണ് എന്ന വാക്കുകളോടെയാണ് സിസ്റ്റർ ജോസ്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.